താനൂരിൽ അടിക്കടി ഇങ്ങനെ ഇത്തരത്തിൽ ഓട്ടോ തൊഴിലാളി സഹോദരന്മാർക്ക് മർദ്ദനമേൽക്കുന്നു, അവരെ ഈ രീതിയിൽ ക്രൂശിക്കുന്നു എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നതിന് ഇടെയാണ് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം ഗൗരവമേറിയ സംഭവമാണ്, എന്താണ് സംഭവിച്ചത്? ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ഏകപക്ഷീയമായ അക്രമം ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയായിരുന്നോ ശ്രീ ഫിറോസ്? ഒരു വലിയ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ ഈ വാർത്ത കേട്ടത്. പാവപ്പെട്ട ലത്തീഫ്, അദ്ദേഹത്തിനെ ഓട്ടോറിക്ഷ കൈകാണിച്ച ഒരാളെ കയറ്റി എന്നുള്ളതാണ് തെറ്റ്. ഞാൻ ചോദിക്കട്ടെ, ബസ് തൊഴിലാളികള് എന്ത് കണ്ടാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ബസ് തൊഴിലാളികള് ഇത്തരത്തിലുള്ള ക്രൂരത കഴിഞ്ഞ ദിവസം, ഇപ്പൊ താനാളുകളിൽ കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലെ ഒരു അംഗത്തിനെ ഓട്ടോറിക്ഷയിൽ കയറ്റിയ ഡ്രൈവറെ മർദ്ദിച്ചു. അതിന്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ആളെ കയറ്റുന്നതിന് പേരിൽ മർദ്ദിച്ചത് മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ മരണപ്പെട്ടിരിക്കുകയാണ്. വല്ലാത്തൊരു പ്രതിസന്ധിയാണിത്. ഓട്ടോറിക്ഷ ഒരു യാത്രക്കാരൻ, ആ യാത്രക്കാരനെ സംബന്ധിച്ച് ഒരു പക്ഷെ അദ്ദേഹത്തിന് ഒരു ബസ്സിൽ കയറാൻ പ്രയാസം ഉണ്ടാവാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യമാണ് അദ്ദേഹം ഏത് വണ്ടിയിൽ പോകണമെന്നുള്ളത്. ഒരു യാത്രക്കാരന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെയാണ് ഇന്നിപ്പോ ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ ഇവിടെ അനുക്കപ്പെടുന്നത്. ശ്രീ ഫിറോസ്, ആദ്യത്തെ സംഭവമല്ല, നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ, എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ നിരന്തരം ഇതിന്റെ പേരിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. മോട്ടോർ തൊഴിലാളി രംഗത്ത് ഇതൊരു വലിയ ചർച്ച തന്നെയാണ്. ഇവിടെ ഉൾഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ, ആ ബസ്സിന്റെ മുൻപിൽ പോകുന്ന ഓട്ടോറിക്ഷകൾ ഒരുപക്ഷെ ഒരാൾ വാഹനത്തിന് ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചാൽ അവരെ എടുക്കേണ്ട ഉത്തരവാദിത്തം ആ ഓട്ടോ ഡ്രൈവർക്കില്ലേ? കേവലം 10 രൂപയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 10 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഡ്രൈവർ അയാളെ കയറ്റി അദ്ദേഹത്തിന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഈ കൊടും ചൂടിൽ നോമ്പ് നോറ്റ പാവം മനുഷ്യന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന്റെ പ്രയാസം. അദ്ദേഹത്തിന് 3 ആള് വളഞ്ഞിട്ടടിക്കാണ്. എന്താ പറയാ, ആലോചിച്ചിട്ട് പോലും. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് എന്നോട് അവിടുത്തെ തൊഴിലാളികൾ വിളിച്ച് പറയുമ്പോൾ ഒരു തൊഴിലാളി കരയാണ് ഫോൺ വാങ്ങിയിട്ട്. മറുപടിയില്ല. ഞങ്ങളെ പോലെയുള്ള നേതാക്കന്മാർക്ക് പറയാൻ മറുപടിയില്ല. എവിടെ എത്തി നമ്മുടെ രാജ്യം? നടത്തിയ ആളുകളൊക്കെ തന്നെ കയ്യൂക്കും മറ്റെന്തെങ്കിലും അവർക്ക് കാര്യശേഷിയും ഒക്കെ ഉള്ള ആളുകളാണോ? കാരണം ഇത്തരം സംഭവങ്ങൾ ഞാൻ പറയട്ടെ, കാര്യശേഷി എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അയാൾ ഒരൊറ്റ ഏകനാണ്. ഒരു ബസ്സിൽ 4 തൊഴിലാളികൾ ഉണ്ടാവും. ഈ 4 തൊഴിലാളികളും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മേലേക്ക് ആക്രോശിച്ച് ചാടിയാൽ ആ പാവം സാധു എന്ത് ചെയ്യണം? എന്താ അവർക്ക് ചെയ്യാൻ പറ്റുക? ഒരാളെ 4 പേര് വളഞ്ഞിട്ട് ആക്രമിച്ചാൽ, അല്ലെങ്കിൽ 3 പേര് വളഞ്ഞിട്ട് ആക്രമിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ശ്രീ ഫിറോസ്, നേരത്തെ ഈ സംഭവങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചോ? എങ്ങനെ? ഞങ്ങളുടെ പ്രതിഷേധം ഞാൻ നിന്ന് ഇത് കേട്ട ഒരു മണിയാകുമ്പോൾ തന്നെ ഞാൻ SP വിളിച്ചിരുന്നു. അതുപോലെ തന്നെ സ്ഥലം അവിടുത്തെ CA വിളിച്ചിരുന്നു. ബന്ധപ്പെട്ട ഞങ്ങളുടെ തൊഴിലാളികളെ വിളിച്ചിരുന്നു. അവിടുത്തെ ഞങ്ങളുടെ യൂണിറ്റ് കമ്മിറ്റിയെ വിളിച്ച് അവരെ ഞങ്ങളെ വിളിച്ചിരുന്നു. ഒരു വല്ലാത്ത പ്രതിസന്ധിയാണിത്. ഇത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ പലയിടങ്ങളിലുമുള്ള കാര്യമായിരിക്കാം ശ്രീ ഫിറോസ്, പലയിടങ്ങളിലുമുള്ള കാര്യമായിരിക്കും. കാരണം യാത്രക്കാരന്റെ ചോയ്സാണ് ഏത് വാഹനം തിരഞ്ഞെടുക്കുന്നത് എന്നത് അവന്റെ ചോയ്സാണ്. അപ്പോൾ അവിടെ ഒരു കയ്യൂക്ക് കാണിക്കുക, സ്വന്തം വീട്ടിലെ അംഗത്തെ പോലും വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയതിനെ മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു തരത്തിലും നമുക്കത് വെച്ച് പൊറപ്പിക്കാനേ കഴിയില്ല. ആ രീതിയിൽ പോലീസ് ജാഗ്രതയോടുകൂടി നിങ്ങളുടെ പരാതികളെ കാണുന്നുണ്ടോ? ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. സ്വന്തം വീട്ടിലെ ഒരു അംഗം ആ ഓട്ടോയിൽ കയറി എന്ന് പറഞ്ഞിട്ടാണ് താനാളൂരിൽ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് ബാലൻ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അദ്ദേഹം പറയാ അദ്ദേഹത്തിന്റെ ഭാഗങ്ങളിലൊക്കെ ദിവസേന എന്നും അദ്ദേഹത്തിന് ഇത് ചർച്ച ചെയ്യാനേ സമയമുള്ളൂ. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മേലേക്ക് ബസ് തൊഴിലാളികൾ കാണിക്കുന്ന ഈ പരാക്രമം ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. ഞങ്ങൾ ബസ് തൊഴിലാളികൾക്കെതിരല്ല, പക്ഷെ പറയുമ്പോ പറയാതിരിക്കാൻ വയ്യ. അത്രമാത്രം പ്രതിസന്ധി ഇപ്പോ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് എനിക്ക് മുൻപ് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളത് കേട്ടു. അവര് പ്രകടനമായി പോകുമ്പോ ബസ്സിനെ കണ്ടപ്പോ ആ ബസ്സിനെ ഒന്ന് തടുത്തു നിർത്തിയപ്പോഴേക്ക് പോലീസ് അവിടെ എടുത്ത പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടു. ഒന്ന് പറയാൻ പോലും ശേഷിയില്ലാത്ത ആളുകളാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. അറിയാം ശ്രീ ഫിറോസ്, എല്ലാവർക്കും ഈ നാട്ടിൽ ജീവിക്കണം. കാരണം എല്ലാവരും അവനവന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ
പെരുകുന്ന സമയത്ത് എല്ലാവർക്കും അവനവൻ്റെതായ ഇരുചക്ര വാഹനങ്ങളും അല്ലാത്ത വാഹനങ്ങളും ഉപയോഗിക്കുമ്പോൾ വളരെ തുച്ഛമായിട്ട് കിട്ടുന്ന വരുമാനമാണ്. അപ്പോൾ അതിന് തടയാൻ പാടില്ല. തീർച്ചയായും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരാതികളായിട്ടൊക്കെ തന്നെ എത്തേണ്ടതാണ്. മാത്രമല്ല, മർദ്ദിച്ചൊരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കയ്യൂക്കാണ് കാട്ടുന്നത്. ഈ സംഭവം എല്ലാവർക്കും ഒരു സന്ദേശവും ആ രീതിയിൽ മാതൃകാപരമായ ശിക്ഷ ഈ വിഷയത്തിൽ ഉറപ്പാക്കേണ്ടതാണ്. പോലീസ് ആ രീതിയിൽ പരിശോധന നടത്തുന്നുണ്ടോ? ഇന്നത്തെ ഈ സംഭവത്തിൽ തെളിവെടുപ്പൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത്? മെല്ലെപ്പോക്കാണോ അതോ കാര്യക്ഷമമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? ശക്തമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് ഇതിന് വേണ്ട നിയമ നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ നാളെ ഞാൻ സംയുക്ത ട്രേഡ് യൂണിയന്റെ ജില്ലാ ചെയർമാൻ കൂടിയാണ്, മലപ്പുറം ജില്ലാ ചെയർമാൻ കൂടിയാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പാവപ്പെട്ടവന്റെ പെടലിലേക്ക് കയറുന്നതിനെതിരെ ശക്തമായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ ജില്ലാ ചെയർമാൻ എന്ന കൂടി ഞാൻ INTUC ജില്ലാ പ്രസിഡന്റ് എന്നതിലുപരി സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പറയാണ്, ഇതിനെതിരെ ശക്തമായ ഒരു നിയമ നടപടി പോലീസ് സ്വീകരിച്ച്. ഫിറോസ്, ഈ മരിച്ച അബ്ദുൽ ലത്തീഫിന്റെ കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബ സാഹചര്യവും ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾ അന്വേഷിച്ച പറഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. അതൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾക്ക് അവിടെ വീടുകളിൽ പോവുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴേ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ കഴിയും. എന്തായാലും നിങ്ങൾക്കറിയാലോ ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്റെ സ്ഥിതി എന്താ. വൈകുന്നേരം ആകുമ്പോൾ മുതലാളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 300 മാത്രം മിച്ചം വെച്ച് വീട്ടിലേക്ക് പോകുന്ന 100 കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഞങ്ങൾക്കറിയാം. എന്റെ യൂണിയനിൽ തന്നെ 7,000-ഓളം തൊഴിലാളികൾ പകുതി മുക്കാലും കഷ്ടത്തിലാണ് ഇപ്പോൾ. പ്രിയപ്പെട്ടവരെ, പറയാൻ വയ്യ, അത്രമാത്രം പ്രതിസന്ധിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്നത്. അവരുടെ ഒരു നേതാവ് എന്ന നിലക്ക് ഞങ്ങൾക്കൊക്കെ അത് പറയുമ്പോൾ മനസ്സിൽ അത്രമാത്രം പ്രതിസന്ധിയിലാണ്. കാരണം എല്ലാവർക്കും നാട്ടിൽ ജീവിക്കണം, എല്ലാവരും അവനവന്റെ കുടുംബത്തെ പോറ്റാനും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്, വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങുന്നത്. അപ്പോൾ അത് ഒരു കയ്യൂക്കിന്റെയും അധികാരത്തിന്റെയൊക്കെ തന്നെ ബലത്തിൽ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടുകൊണ്ട് ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ കൂടി കഴിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളൊക്കെ തന്നെ ഇത്തരം പരാതികൾ നൽകുക എന്ന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം പലപ്പോഴായി നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ, ഈ CCTV ദൃശ്യങ്ങൾ അടുത്തിടെ വരുമ്പോഴെന്താണ്, വാഹനത്തിൽ തമ്മിൽ തല്ലുന്നു, റൂട്ടുമായി ബന്ധപ്പെട്ട് ഈ ബസ് ജീവനക്കാർ തമ്മിൽ തല്ലാണ്. അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ആ നിലയ്ക്ക് തന്നെയൊക്കെയുള്ള ഇടപെടൽ കൂടി വേണ്ടതാണ് ഫിറോസ്, അല്ലേ? 100% ഇതിൽ ബന്ധപ്പെട്ട RTOയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇതിന് വേണ്ട ഒരു നിയമ നടപടി ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും മലപ്പുറം ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ ഇങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായാലും മറ്റു തൊഴിലാളികളായാലും അവരൊക്കെ റോഡിൽ പിടഞ്ഞു വീഴുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇതിന് ശക്തമായ താക്കീതായി തന്നെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായ ഈ സംഭവത്തിൽ ഇതിനെതിരെ നമ്മുടെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അതിന് ശക്തമായ നേരെ ദിശാവണം അതിലെ കേസുകൾ അന്വേഷിച്ച് ആ കുറ്റവാളികൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിച്ച് അവരെ അതിന് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്കൊക്കെ ആവശ്യപ്പെടുന്നത്.